വചനജായ 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 വചനജായ. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വിചിന്തനത്തിനെടുക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ വ്യക്തമായ വഴികൾ അവൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവൻ്റെ സുവിശേഷം വ്യക്തമാണ്, കൃത്യമാണ്, ക്ലിപ്തവുമാണ്. ആവശ്യത്തിൽ കൂടുതലായി അവനൊന്നും പറയുന്നില്ല. വിചിന്തനങ്ങളെല്ലാം വായനക്കാർക്ക് വിടുമ്പോൾ വായനക്കാരനെ അവൻ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ശിഷ്യത്വ സ്വീകരണത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ശിഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട, എന്നാൽ അതോടൊപ്പം തന്നെ ആ ശിഷ്യൻ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുവാൻ സാധ്യതയുള്ള പ്രാധാന്യമേറുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവൻ സംസാരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തിരസ്കരണം. ഒരു നിഷേധാത്മകമായ ശബ്ദമുണ്ടതിന്, തിരസ്കരിക്കൽ. എന്നാൽ ഈ തിരസ്കരണത്തിൽ ഒന്നോർക്കുക, തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അതോടൊപ്പം തിരസ്കരിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകളുമുണ്ട്. തിരസ്കരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മറുപുറമുണ്ടതിൽ, സ്വീകരണത്തിൻ്റേത്. ഞാൻ ഒന്ന് തിരസ്കരിക്കുമ്പോൾ അറിയാതെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതിനപ്പുറത്തുള്ളത് ഞാൻ സ്വീകരിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, യേശുവിൻ്റെ പ്രശസ്തി ഗലീലിയയുടെ സമീപ പ്രദേശങ്ങളിൽ പെട്ടെന്ന് വ്യാപിച്ചുവെന്ന്. അപ്പോൾ ഒരു കാര്യം തീർച്ച, ഗലീലിയയിൽ മാത്രമാണ് യേശുവിനെക്കുറിച്ച് അധികം കേൾക്കാതെയുള്ളത്, അല്ലെങ്കിൽ യേശു വരാതെയുള്ള ഇടം. എന്നാൽ അതിൻ്റെ ചുറ്റുനാടുകളിലെല്ലാം അവൻ്റെ പ്രശസ്തി അതിവേഗം വ്യാപിച്ചു കൊണ്ടിരുന്നു. അതായത് സ്വന്തം നാട്ടിൽ അവൻ വന്നിട്ടില്ല, എന്നാൽ അവൻ്റെ നാട്ടുകാർ തീർച്ചയായും അപ്പോൾ അവനെക്കുറിച്ച് കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം, കുറേ ആളുകളെങ്കിലും അവനെ കാണാൻ പോയിരുന്നിരിക്കണം. ഒരു ദിവസം അവൻ്റെ നാട്ടിലേക്ക് വരികയാണ്. ഇതാണ് 6-ാം അധ്യായം. ഇവിടെ ഒരു തിരസ്കരണം നടക്കുകയാണ്. ചുറ്റുപാടുകളിലും ഒത്തിരി പ്രശസ്തനായവൻ തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട്ടുകാർ അവനെ തിരസ്കരിക്കുന്നു. തിരസ്കരണത്തിന് അവരുപയോഗിക്കുന്ന വാക്കുകളും അത്തരത്തിലുള്ളതിൽ തന്നെയാണ്. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? പശ്ചാത്തലം കൃത്യമാവണം നമുക്ക്. സാധാരണ രീതിയിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരാളാണ് സ്ത്രീ. സമൂഹത്തിൽ ഒരു സ്ഥാനവും കൽപ്പിക്കപ്പെടാത്ത സ്ത്രീ, അവളുടെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അപ്പനില്ലാത്ത മകൻ, അല്ലെങ്കിൽ ആർക്കോ ജനിച്ചൊരു മകൻ. പിതാവിൻ്റെ പിതൃത്വം ഈ നാട്ടുകാർ അവനിൽ നിഷേധിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് അവനെ തിരസ്കരിക്കുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ ഒരു സ്വീകരണത്തിൻ്റെ അർത്ഥമുണ്ട്. അവരറിയാതെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ ലോകത്തിൻ്റെതായി ജനിച്ചവനല്ല, നിന്റെ പിതാവ് ദൈവമാണ്. തിരസ്കരണത്തിലെ നിഷേധാത്മകതയുടെ അപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഭാവം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇവൻ്റെ സഹോദരങ്ങളെയെല്ലാം നമുക്കറിയാവുന്നതല്ലേ? എന്നാൽ ഈ സഹോദരങ്ങൾക്കപ്പുറത്തേക്കായിട്ട് ദൈവം വിഭാവനം ചെയ്ത മനോഹരമായ മറ്റൊരു വലിയ കുടുംബത്തിൻ്റെ കഥയാണ് ഇവർ അംഗീകരിക്കുന്നത്. അവൻ്റെ കൂടെയുള്ള അവൻ്റെ സഹോദരങ്ങളുടെ പേരിൽ അവനെ ആ നാട്ടുകാർ തിരസ്കരിക്കുമ്പോൾ അവർ പറയുന്നത്, നിന്റെ ലോകം വിപുലമാണ്, പിതാവായ ദൈവം നിനക്കായി കാണിച്ചു തന്ന ആ വലിയ ലോകത്തിലേക്കാണ് നീ ഞങ്ങളെ ക്ഷണിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ നിന്നെ തിരസ്കരിക്കുകയാണ്. നിന്റെ ലോകം മാംസനിബന്ധമായ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടേതുമല്ല, നേരെമറിച്ച് ദൈവീകമായ കൂട്ടായ്മയുടെ വലിയൊരു കുടുംബമാണ് നീ ഞങ്ങൾക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. എപ്രകാരം ദൈവം ഈ കാര്യങ്ങളെല്ലാം ഇവനിലൂടെ പ്രവർത്തിക്കുന്നു. തിരസ്കരിക്കപ്പെടുമ്പോൾ യേശുനാഥൻ തിരസ്കരിക്കപ്പെട്ടത് വചനം പ്രഘോഷിച്ചതുകൊണ്ടാണ്, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തിയത് കൊണ്ടാണ്, പിശാചിനെ ബഹിഷ്കരിച്ചത് കൊണ്ടാണ്.
അറിയാതെ തിരസ്കരിക്കപ്പെട്ടവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ദൈവപുത്രനാണ്. വായനകളിലൊന്ന് പിന്നേക്ക് പോകുന്നത് നല്ലത്. ഒന്നാമത്തെ വായനയിൽ നാം കേൾക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവം എസെക്കിയേലിനെ വിളിച്ച് ഇസ്രായേൽ ജനതയോട് പ്രവചിക്കുവാനായി ആവശ്യപ്പെടുമ്പോൾ ഓർക്കണം, ഇസ്രായേൽ ജനം പ്രവാസത്തിലാണ്, ബാബിലോണിലെ ഈജിപ്തുകാരുടെ അടിമത്തത്തിലാണ്. ഈ ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുമുണ്ട്. അവരൊക്കെ ജയിലിലടക്കപ്പെട്ടിരിക്കുകയായിരിക്കണം. അങ്ങനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലേക്ക് പോലും അതിലൊന്നും പെടാത്ത എസെക്കിയേൽ പ്രവാചകൻ പ്രസംഗിക്കുവാൻ പോകുമ്പോൾ അവിടെയും ഒരു തിരസ്കരണം നടക്കും. ബഹുദൈവ ആരാധകരുടെ ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. കാണുന്നതെല്ലാം ദൈവമായി ആരാധിക്കുന്ന, ഏകദൈവത്തിലുള്ള വിശ്വാസം സാവധാനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന, എല്ലാം ദൈവമാണെന്ന് പറയപ്പെടുന്നൊരു നാട്ടിൽ, ഒരു സംസ്കാരത്തിൽ നാം ജീവിക്കുമ്പോൾ അതിന് നടുവിലേക്ക് നിന്നെ ദൈവം വിളിക്കുകയാണ് വലിയൊരു ഉത്തരവാദിത്വവുമായി. ജ്ഞാനസ്നാനത്തിലൂടെ നീ സ്വീകരിച്ച നിന്റെ പ്രവാചക ദൗത്യം ജീവിക്കുവാൻ. ഈ നാട്ടിൽ പ്രവാചകന്മാരില്ലാതിരുന്നിട്ടല്ല, നേരെ മറിച്ച് ആ പ്രവാചകന്മാരുടെയെല്ലാം നാവ് കെട്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ നല്ല പ്രവൃത്തികളെ നശിപ്പിച്ച് ദൈവവിശ്വാസത്തിൻ്റെ നല്ല വഴികളിലൂടെ അവർ നടക്കുമ്പോൾ ആ വഴികളെയെല്ലാം തകർത്ത് നടക്കാൻ പറ്റാത്തത്രയും രീതിയിൽ ആ മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ നീയൊരു പ്രവാചക ദൗത്യത്തിലേക്ക് വരണമെന്ന്, പ്രവാസികളുടെ നാട്ടിലേക്ക് ചെല്ലണമെന്ന്, ഈ ദൈവത്തിൻ്റെ നാട്ടിൽ എൻ്റെ നാമം നീ പ്രസംഗിക്കണമെന്ന്, സൗഖ്യപ്പെടുത്തണമെന്ന്, ഉയർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ നിന്നെ വിളിക്കുകയാണ്. അടയാളങ്ങളുണ്ട് നമുക്ക്. ഈ കഴിഞ്ഞ ദിവസം ചരമദിനം നാം ആഘോഷിച്ച സ്റ്റാൻ സ്വാമി, റാണി മരിയ, എന്തിന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് ക്യാൻസറിനടിമയായി ദൈവത്തിങ്കലേക്ക് യാത്രയായ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഭക്തയായിരുന്ന അജ്ന, ഇവരൊക്കെ ഇതിൻ്റെ ശക്തമായ അടയാളങ്ങളാണ്. എന്നാൽ ഇവരെല്ലാം ഈ ലോകത്താൽ തിരസ്കരിക്കപ്പെട്ടവരാണ്. തിരസ്കരിക്കപ്പെട്ടപ്പോൾ അവർ നമ്മോട് അറിയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സംസാരിക്കുന്നത്, ജീവിക്കുന്നത്, സ്വപ്നം കാണുന്നത് ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യവുമാണ്. ചെറിയ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹിറ്റ്ലറിൻ്റെ കാലത്താണ്. യഹൂദന്മാരെയെല്ലാം ഹിറ്റ്ലറിൻ്റെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോകുന്ന സമയങ്ങൾ. 2 റബ്ബിമാർ ഇവരാരും അറിയാതെ ജനങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആധ്യാത്മിക ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കുവാനായി ആരും അറിയാതെ അവിടെയും ഇവിടെയുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവരും ഹിറ്റ്ലറിൻ്റെ പട്ടാളത്താൽ പിടിക്കപ്പെടുന്നു. 2 പേരും ജയിലിലടയ്ക്കപ്പെടുന്നു. 2 പേരും ജയിലിലടയ്ക്കപ്പെടുമ്പോൾ ഒരാൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയാണ്, മറ്റേയാൾ സ്വസ്ഥമായി മാറിക്കിടന്നുറങ്ങുന്നു. പേടിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ റബ്ബി കിടന്നുറങ്ങുന്ന മറ്റേ റബ്ബിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുന്നു, നമ്മുടെ ജീവിതം എന്താകുമെന്ന് നമുക്കറിയില്ല, എന്നിട്ട് നീ എന്തേ ഇങ്ങനെ കിടന്നുറങ്ങുന്നു? അവൻ പറയുന്നു, ഇനി എന്താകാനാണ്, ആകേണ്ടത് ആയിക്കഴിഞ്ഞു. കൊല്ലപ്പെടില്ല നാം. കൊല്ലപ്പെടുമെങ്കിൽ നമ്മൾ ഈ ജയിലിൽ കൊണ്ടുവന്ന് അടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നാം ജയിലിലാണ്. ഈ ജയിലിൽ കിടന്ന് ഞാൻ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. നാട്ടിൽ തിരസ്കൃതനാവുമ്പോൾ ഈശോ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകുന്നു. സങ്കടമുണ്ടെങ്കിൽ തന്നെയും വീണ്ടും ചുറ്റുപാടുകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവൻ തൻ്റെ ദൗത്യം തുടരുകയാണ്, പുതിയൊരു സ്വപ്നവുമായി ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ. എസെക്കിയേൽ പ്രവാചകൻ ചെല്ലുന്നിടം അവനറിയാം, അവൻ്റെ സ്ഥിതി എന്താകുമെന്ന് അവനറിയാം. എന്നാൽ തിരസ്കരിക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ അവൻ യാത്ര തുടങ്ങുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ കുടുംബങ്ങളിൽ തിരസ്കരിക്കപ്പെടും. സത്യത്തിനും നീതിക്കും നന്മയ്ക്കും ധർമ്മത്തിനും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നാമൊക്കെ തിരസ്കരിക്കപ്പെടും. ആ തിരസ്കരിക്കപ്പെടുമ്പോൾ തിരസ്കരിക്കുന്നവർ അറിയാതെ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഞങ്ങൾ തിരസ്കരിക്കുന്നത് നീ നന്മ ചെയ്യുന്നത് കൊണ്ടാണ്, നീ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, നീ സ്നേഹമുള്ളത് കൊണ്ടാണ്, നീ നീതി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, നീ മറ്റുള്ളവർക്കായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിന്നെ ഞങ്ങൾ തിരസ്കരിക്കുകയാണ്. തിരസ്കരണത്തിൻ്റെ പുതിയ ഒരു ഭാവം നമുക്ക് സ്വീകരിക്കാം. തിരസ്കരിക്കപ്പെടുമ്പോൾ ഓർക്കുക, അവർ നമ്മെ സ്വീകരിക്കുകയാണ്, കാരണം നിന്നിൽ നന്മയുണ്ട്. പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക്. ചുറ്റുപാടുകൾ നമുക്കെതിരായി നിന്നുകൊള്ളട്ടെ, അവൻ്റെ കരം നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ കരങ്ങളിൽ പിടിച്ച്
നമുക്ക് യാത്ര തുടരാം. തിരസ്കരിക്കപ്പെടുന്നവർ സ്വീകരിക്കപ്പെടുകയാണ്. യേശുവും പ്രവാചകന്മാരും ദൈവം പോലും തിരസ്കരിക്കപ്പെടുമ്പോൾ അറിയാതെ സ്വീകരണത്തിൻ്റെ പുതിയൊരു മുഖം അവർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ